ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ സെഡ്രിക്കും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്, ഓഫീസിൻ്റെ ആവശ്യത്തിന് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ഞാൻ എയർപോർട്ടിനുള്ളിൽ എത്തിയിട്ട് കാണിക്കാം. ആൻഡ് ഗൈസ്, അപ്പോൾ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ T2യിലേക്കാണ്. T2 എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. ഞാനും എൻ്റെ ഫ്രണ്ട്സും. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എൻ്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? നമ്മളെല്ലാം കൂടെ അധികവും നൈറ്റ് ഡ്രൈവ് പോകും. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മളെ ഡ്രൈവിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞത് എയർപോർട്ടാണ്. അപ്പോൾ ഇന്നേ വരെ ഇതിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. ടെർമിനൽ 2ലാണ് നമ്മളുള്ളത്. ഇപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനും സെഡും ടെർമിനൽ 2ലേക്ക് കയറുന്നത്. ടെർമിനൽ 1ൽ നമ്മൾ പലതവണ പോയിനാണ് അവിടെ. അപ്പം നമ്മൾ ടെർമിനൽ 1ൽ പലതവണ പോയിനെങ്കിലും അല്ല സെഡ്, നമ്മൾ ടെർമിനൽ ഒത്തിരി തവണ, പക്ഷേങ്കിൽ നമ്മൾ ഇന്ന് വരെ ഇത് ഇച്ചിരി സീനാണല്ലേ. ടെർമിനൽ 2ൽ ഫസ്റ്റ് ടൈം ആണല്ലേ നമ്മള്. ഓക്കെ, സെഡ് ഭയങ്കര എക്സൈറ്റഡാ. ലെറ്റ്സ് ഗോ. മനസ്സിലാവുന്നില്ല. T1 നമുക്ക് എല്ലാം മനസ്സിലാവും. T2 ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ നമ്പേഴ്സ് ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്, ഇന്റർനാഷണൽ ഡിപ്പാച്ചർ ഉണ്ട്. നമ്മളെ ഡിപ്പാച്ചർ എവിടെയാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇന്റർനാഷണലാണ് പോകുന്നത്. നമ്മൾ ഇന്റർനാഷണലാണല്ല പോകുന്നത്, നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് എവിടത്തെ ഓക്കെ. സോ ഏതാ നമ്മള് പാവങ്ങള്, നമ്മള് ഡി കൗണ്ടറിലേക്ക് പറഞ്ഞു വിട്ടു. കുഴപ്പമില്ല, ടൈമുണ്ട് നമുക്ക്. ഇതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയത് അല്ലേ. നല്ലതാ, വളരെ നല്ലത്. നേരത്തെ ഇറങ്ങിയോണ്ട് നമുക്ക് കുറെ നടക്കാൻ കുറച്ച് ടൈം കിട്ടി. പക്ഷെ ഇത് വല്ലാത്ത നടത്തായി പോകുന്നത്. 4ലേക്ക് പോകാനാണ് അവർ പറഞ്ഞത്. സോ അല്ല 4 അല്ല, Dയിലേക്ക് പോകാനാണ് പറഞ്ഞത്. നമ്മൾ Dയിലേക്ക് നടക്കുവാണ്. ഈ സൗണ്ട് കാരണം നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഡൊമസ്റ്റിക് ഡിപ്പാച്ചർ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഈ ഫോൺ തിരിക്കുന്ന സെറ്റപ്പ് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ എങ്ങനെ തിരിച്ച് സംസാരിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനുള്ളിലേ കൂടെ പോകുന്നത് നോക്കാം. ഈ ട്രിപ്പിനെ കുറച്ചുകൂടി ടെൻഷനും കുറച്ചും കൂടെ എന്താ പറയുക ക്യൂരിയസ് ആക്കുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്മൾ പോകുന്ന ഫ്ലൈറ്റാണ്. ഗൈസ്, ഞാൻ ഇച്ചിരി എക്സൈറ്റഡ് ആണ് T2ൽ വന്നതുകൊണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി T2ൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾ T2ൽ നടന്ന ഏറ്റവും ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും, ഇല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഒരു ഡൊമസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുത്ത സമയത്തുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. എൻ്റെത് ഞാൻ വഴിയേ പറഞ്ഞതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭോപ്പാലിലേക്കായിരുന്നു. ഇപ്പോൾ ഭോപ്പാലിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറയാം. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇതൊക്കെയാണ് T2ൽ കാണാനുള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ കൊള്ളാം കേട്ടോ, ഇച്ചിരി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്കിൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മളെ മിലിറ്ററി പിടിച്ചില്ല. നമ്മൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ, നമ്മൾ നല്ല പിള്ളേരല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം. ചെക്കിൻ കഴിഞ്ഞു, ഉള്ളിൽ കയറി. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. പിന്നെ ഇനി ഉള്ളോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നും കൂടി നമുക്കറിയണം. അപ്പോൾ അത് രണ്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗേറ്റ് നമ്പർ അറിയാൻ പറ്റും. ഗേറ്റ് നമ്പർ അറിഞ്ഞിട്ട് ബാക്കി വിശേഷം ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അവിടെ എത്തിയിട്ടില്ല, സ്ഥലത്തെത്തിയിട്ടില്ല. ഗേറ്റ് നമ്പറും കാര്യങ്ങളും ഇച്ചിരി നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് ഇച്ചിരി ടെൻഷനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വഴിയെ
പറയുന്നതായിരിക്കും. ആങ്ഷൻ ആയിട്ടുള്ള ആങ്ഷൻ ഇല്ല സോറി, പിന്നെ ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പം കാണിച്ചതാണ്. കുറെ കാലമായി കൊച്ചുവർക്കി ചായാലും ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസ് വെക്കാം അച്ഛൻ്റെ സ്മാരകമായിട്ട്. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. എല്ലാം വലിയ 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 കടകളാണ്, ബോസൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറ ഇങ്ങനെ ഉൾട്ട തിരിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല. കുറെ നേരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇതിങ്ങനെ ഡബിൾ കിക്ക് തിരിയുക ഇല്ല അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നെടുത്ത് എൻ്റെ ഫേസ് കാണിച്ച് പിന്നെ ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതല്ലേ കുറച്ചുകൂടി നല്ലത്. കാരണം അല്ലാതെ എങ്ങനെ ഇത് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണേ. ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും വേണ്ടല്ലോ നമുക്ക് ഇവിടുന്ന്. ഒന്നും ഭയങ്കര ചീപ്പ് സ്ഥലം, അതാ പ്രശ്നം. സിജി മെസ് ഒക്കെ നമുക്ക് പറ്റുന്നത്. അതൊക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. ഇത് ലോക്കൽ സ്ഥലമായി പോയി. ഇത് നമ്മൾ ഇത്ര ലോക്കൽ പ്രതീക്ഷിച്ചില്ല അല്ലേ. ലോക്കൽ നമ്മൾ T2 വരൂലായിരുന്നു അല്ലേ. അതെ അതെ. അവിടെ ഒരു ഗേറ്റിന്റെ ഒരു ഇത് കാണുന്നുണ്ട്, അതായിരിക്കണം മിക്കവാറും. നമ്മളെ ഫ്ലൈറ്റ് നമ്പർ അതൊന്നും അറിയില്ല, അതൊന്നും നമുക്കറിയില്ല. ആ കൂടി സീറ്റ് നമ്പർ അറിയാം. ആ സീറ്റ് ബുക്ക് ചെയ്തതിൽ വേറൊരു ഫണ്ടുണ്ട്. ഞാനത് ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ പറഞ്ഞതാ. അത് വൻ ഫണ്ടാണത്. സെഡ്രിക്കിന്റെ ബുദ്ധി ഓവറായതിന്റെ പ്രശ്നം. അത് എപ്പോഴും നമ്മളൊരു 5-4 സ്റ്റെപ്സ് എങ്കിലും മുമ്പിലോട്ട് പോകാൻ ട്രൈ ചെയ്യണം. അതെ അതെ. ഏതാ നമുക്കറിയില്ല. അപ്പോൾ 2665 ആണ് ഫ്ലൈറ്റ്. 2665 അങ്ങനെ ഒരു ഫ്ലൈറ്റ് നമ്പറും ഇല്ല. ഓക്കെ, എവിടെ D4 D5 AI 2665 നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ കണ്ടു. നമ്മളെ സാധനം കിട്ടി ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഏതിന്റെ വഴിയെ മനസ്സിലാകുമായിരിക്കും. എല്ലാം നമുക്ക് പഠിച്ചു വരുമല്ലേ നമ്മള്. പറ്റുന്നില്ല കേട്ടോ. പക്ഷെ ഇത് ഡൊമസ്റ്റിക് ആണിത്. ഇത് ഡൊമസ്റ്റിക്. ഇന്റർനാഷണൽ ഇതിന്റെ അപ്പുറത്താണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി പച്ചപ്പൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ അല്ലേ. കുറച്ചുകൂടി അടിപൊളിയായിരിക്കുന്നു. ഇത് ഫുൾ ഇത് T1 T2 ഒക്കെ സിമിലർ ആയിട്ട്. കള്ളൊന്നും തരത്തൊന്നുമില്ല. കള്ളൊന്നും പറയില്ല. ഇത് ആൽക്കഹോൾ ഇസ് ഇൻജുറിയസ് ടു ഹെൽത്ത് ഗൈസ്. അപ്പോൾ അത് കുടിക്കരുത്, അത് ചെയ്യരുത്, അത് മോശം. ഫ്രീ ആയിട്ട് തന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതെ, നമ്മളെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും പൈസ ചെലവാക്കി മദ്യം കുടിക്കരുത്. അതിൽ പോയിന്റ് ഇല്ല അല്ലേ. നേരെ ഓസിൽ കിട്ടുവാണെങ്കിൽ അടിച്ചോ, ഒന്നും പറയില്ല. അങ്ങോട്ടതാ ബോർഡിംഗ് ഗേറ്റ്. D4 D5 ഈ സൈഡാണ് ഗൈസ്. കൺഫ്യൂഷനായി ഗൈസ്. അവിടെ നോക്കാം. അത് C ആണത്. അല്ല, D1 to D13 അവിടെ ഉണ്ട്. അപ്പം D4 D5 അതെങ്ങനെയാ? ഇതിലേതെങ്കിലും ഒരു ഗേറ്റിലാണോ വരുക? രണ്ട് ഗേറ്റിലാണ് ഫ്ലൈറ്റ് വരിക. ഒന്നിന് ഞാൻ ഒന്ന് സെഡ് അങ്ങനെ ആയിരിക്കുമല്ലോ. സെഡ് ലോ ക്ലാസ്. നമുക്ക് 2 ഫ്ലൈറ്റ് ആണ്. നമുക്ക് 2 പേർക്ക് വേണ്ടി 2 ഫ്ലൈറ്റ്. വഴി തെറ്റിയതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എനിക്ക് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. വിമാനം കാണിച്ചതാ ഗൈസ്, വിമാനം. ശരിക്കും വിജയ ഏത് ശരിക്കും ഇവിടെ നിന്നായിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയാൻ വേണ്ടത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഭോപ്പാലിൽ പോയതായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ ചേച്ചിന് ഫസ്റ്റ് ഒറ്റക്കുള്ള ട്രിപ്പായിരുന്നു അത്. ഒറ്റയ്ക്ക് ഇൻ ദ സെൻസ് ഞാനും ചേച്ചി മാത്രം, പാരൻസ് ഇല്ലാതെ ഒരു ട്രിപ്പായിരുന്നു അത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നത് എൻ്റെ ഓർമ്മയിൽ. അതൊരു 2 years ബാക്കായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇങ്ങനെ ഫ്ലൈറ്റ് എടുക്കുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് റിയലാണ്. അത് ഞാൻ ഒരിക്കലും വെറുതെ എന്ന് പറയുന്നത്, അത് റിയലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സെഡ് ഫോൺ കോളിലാണ്. അല്ലെങ്കിൽ നമുക്ക് സെഡിനതും കൂടി ചോദിക്കാം ഗൈസ്.
സെഡിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, ഫസ്റ്റ് എങ്ങോട്ടായിരുന്നു പോയത്? നമ്മളിങ്ങനെ ചെന്നൈയിലോട്ട് പോയി. എപ്പോഴും ഇങ്ങനെ ബസ് പിടിച്ച് പോകുന്നത്, ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നത് ഫസ്റ്റ് ടൈം സ്വന്തം നാട്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നത് ഒരു പവർ. ഇരുന്ന് അയാളിങ്ങനെ കേറിയിട്ട് ചെന്നൈ ചെന്നൈ കണ്ടു തുറക്കുന്നു, കണ്ടുപൂട്ടി കണ്ടു ചെന്നൈ. മുംബൈ ഫണ്ണായിരുന്നു അല്ലേ? ഓൺലി എക്കോണമിയിലല്ലേ, എക്കോണമിയിൽ ലാസ്റ്റ് റോ ആയിരുന്നു. നമ്മളും ഇതുപടി ഞാൻ പറയട്ടെ, നമ്മളും മറ്റേ എയർ ഹോസ്റ്റസും ഒരേ സീറ്റിൽ അങ്ങനെയായിരുന്നു. നമുക്ക് വെള്ളം വേണോ ഇങ്ങനെ കൈ ബാക്ക് വെള്ളം കിട്ടുന്നു, അത്രയും ക്ലോസ് ആയിരുന്നു. ബാഗ് കൂടെ വെക്കാൻ പറ്റില്ല അവര്. ബാഗ് നമ്മൾ താഴെ വെച്ചത്, അത്രയും ക്ലോസ് ആണ് നമ്മൾ എയർ ഹോസ്റ്റസ്. ഭയങ്കര. എന്നിട്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒരു 5 hours നമ്മൾ ഫ്ലൈറ്റിൽ കേട്ടുന്ന ഉറക്കായിരുന്നു. 5 hours ഒന്നുമില്ല, 2 hours. പിന്നെ നമ്മൾ എത്ര അത് ശരിയാ. ഓ ശരിയല്ലേ, ഫ്ലൈറ്റിന്റെ പേര് നമ്മൾ പറയുന്നില്ല. അതെ അതെ, അതുകൊണ്ട് ഫ്ലൈറ്റ് നല്ല സീനായിരുന്നു. സോ യെസ് ഗൈസ്, യു ഓൾ ഓൾസോ കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ അബൌട്ട് ഓൾ അതെ എക്സ്പീരിയൻസസ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാന്നൊക്കെ. ഡൽഹി, ദൈവം ഹിന്ദി അറിയോ? അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. എനിക്കും ഹിന്ദി അറിയില്ല, സെഡിനും ഹിന്ദി അറിയില്ല. കുറച്ചറിയാലോ. നമുക്ക് മുംബൈ പോയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷൂട്ടിന് വേണ്ടി പോയി. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഹിന്ദിക്കാരായിരുന്നു. ആ സമയത്ത് സെഡ് ഒരു വലിയൊരു പാരഗ്രാഫ് എന്നോട്, ഒരു മലയാളത്തിലൊരു വലിയ പാരഗ്രാഫ് പറഞ്ഞിട്ടാണ്. ഞാനെല്ലാം കേട്ടിങ്ങനെ ഓക്കെ ഇങ്ങനെ ഫുൾ പറഞ്ഞു എങ്ങനെയാണെന്ന്. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്കുന്നത്. ഞാനിങ്ങനെ പെട്ടെന്നൊന്നാണ്, ഹിന്ദി അറിയില്ല. എൻ്റെ അമ്മയത് കാണുന്നുണ്ടെങ്കിൽ എന്നെ തെറി പറയുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അമ്മ ഓൾറെഡി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യണം ഗൈസ്, ഇത് കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറാഠി കാണുന്ന ഒരു ഹിന്ദി ആയപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇതാണ്. കാരണം ഞാൻ പണ്ട് ഹിന്ദി സീരിയലൊക്കെ കുറച്ച് കാണാം. മറ്റേ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയില്ല, സാത്ത് നിബാന സാത്യ എന്നൊക്കെ ഉള്ളൊരു സീരിയലൊക്കെ ഉണ്ട്. ഇത് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് അടിക്കും ഗൈസ്. അതിൽ ഫേവറേറ്റ് ഡയലോഗ് അല്ലെങ്കിൽ ഫേവറേറ്റ് സീരിയൽ ഏതെങ്കിലും, സെഡ് ഏതെങ്കിലും ഹിന്ദി സീരിയൽ കണ്ടിട്ട്. സിനിമയല്ല ഞാൻ ചോദിച്ചേ, പടങ്ങളാണല്ലേ. ഓക്കെ. ഞാൻ പല ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത്, അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഹിന്ദി മേരാ ഹിന്ദി അച്ഛാ പക്ഷെ ഹിന്ദി അറിയില്ല ഗൈസ്. ഹിന്ദി ഒന്ന് അറിഞ്ഞു നമ്മളിങ്ങനെ ഊമ ഭാഷയിൽ ഫുൾ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ബോർഡിങ് ആവാനായെന്നാണ് ഒരു നിഗമനം അല്ലേ. കാരണം നമ്മളെ ഫ്ലൈറ്റ് എത്തി, അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇനി അവരതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ കയറ്റും. और सिरों को अलग करें. बिजनेस क्लास ഡൽഹി എത്തി ഗൈസ് നമ്മൾ ഫൈനലി. ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. നമ്മൾ തീർന്നു. നമ്മള് ഹാർട്ടൊന്ന് ഡ്രോപ്പ് ആയല്ലേ, പക്ഷേ സേഫായി നമ്മളെ പൈലറ്റ് എത്തിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബാഗേജ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് നോക്കി നമ്മളിനി പോകണം. അപ്പം നമുക്ക് പോയി നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ബാഗിൻ്റെ വരവ് കണ്ടോ, പ്രൗഢഗംഭീരമായ എൻട്രി ബാഗിൻ്റെ. അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇനി ബാംഗ്ലൂർക്ക്. ദിവസത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം നമുക്ക് വ്ളോഗ് എടുക്കാൻ പാടില്ല, തെറ്റല്ലേ. സോ നമ്മളിപ്പോൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഡൽഹി എയർപോർട്ടിലെത്തി തിരിച്ചു പോകാൻ പോവുകയാണ്. ഹമാര രാഷ്ട്ര വേണ്ട ഹിന്ദി വേണ്ട. ഹിന്ദി പഠിച്ചതെന്ന് വെച്ചാൽ ഹിന്ദി കുറച്ചൊക്കെ പഠിച്ചു അല്ലേ. ഫുൾ ഹിന്ദിയിൽ സംസാരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇവിടെ
ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം നമുക്ക്. ബൈ ബൈ.